2024 പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി തുടങ്ങി വലിയ താരനിര ചിത്രത്തിന്റെ ഭാഗമാകുന്നുവെന്നതും രണ്ടാമതായി വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനുള്ള ആത്മവിശ്വാസവുമാണ് പ്രേക്ഷകരിൽ ഇത്രമാത്രം ആവേശം ഉണ്ടായിരിക്കുന്നത്. ഈ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തിയത്. പ്രേക്ഷകരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചത് പ്രണവ് മോഹൻലാലിലേക്കായിരുന്നു. ഭൂരിഭാഗത്തിനും പ്രണവിന്റെ വിന്റേജ് ലുക്ക് കണ്ടതും പഴയ മോഹൻലാലിനെയാണ് ഓർമ്മ വന്നത്. ടീസറിലെ നടന്റെ ലുക്കിലും ഡയലോഗ് ഡെലിവറിയിലുമെല്ലാം ഒരു മോഹൻലാൽ മാനറിസങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പ്രണവിന്റെ അഭിനയം കാണുമ്പോൾ പഴയ ലാലേട്ടനായി തോന്നുന്നുവെന്നും ലാലേട്ടൻ ബോഡി ലാംഗ്വേജ് പ്രണവിനുണ്ടെന്നും ഇത് താരരാജാവിന്റെ തിരിച്ചുവരവാണെന്നൊക്കെയാണ് ടീസറിന് താഴെ ഭൂരിഭാഗവും കമന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ടീസറിൽ പ്രണവ് കള്ളു കുടിക്കുന്ന ഒരു സീനാണ്. 1998 കമൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശ്രീനിവാസൻ, പ്രിയദർശിനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ അയാൾ കഥയെഴുതുകയാണെന്ന ചിത്രത്തിലെ സാഗർ കോട്ടപ്പുറം കള്ളു കുടിക്കുന്ന സീനും വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രണവ് കള്ളു കുടിക്കുന്ന സീനും തമ്മിൽ കാര്യമായ സാമ്യമുണ്ട് എന്നതാണ്. ഒരു പൈങ്കിളി നോവൽ എഴുത്തുകാരനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തിയത്. ആ ഒരു പൈങ്കിളി ഫീൽ പ്രണവിലും കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. മറ്റു ചിലർക്ക് പ്രണവിനെയും ധ്യാൻ ശ്രീനിവാസനെയും കണ്ടപ്പോൾ പഴയ ദാസനെയും വിജയനുമാണ് ഓർമ്മ വന്നത്. പ്രീ ഡിഗ്രിക്കാരനായ വിജയനെ എപ്പോഴും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ബികോമുകാരൻ ദാസനെ പോലെയുണ്ട് ധ്യാനും പ്രണവുമെന്നാണ് ഭൂരിഭാഗവും ചൂണ്ടിക്കാട്ടിയത്. അതേസമയം പ്രണവിന്റെ കഥാപാത്രത്തെ പ്രശംസിക്കുന്നവർക്കൊപ്പം തന്നെ വിമർശിക്കുന്നവരും മറുഭാഗത്തുണ്ട്. പ്രണവ് മോഹൻലാലിന് പഠിക്കുകയാണെന്നും ലാലേട്ടനെ പോലെയാകാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാണ് ഇക്കൂട്ടർ പറയുന്നത്. ഇതിന് ചുട്ട മറുപടി നൽകാനും പ്രണവ് ഫാൻസ് മറന്നില്ല. മകന്റെ മാനറിസത്തിൽ സ്വന്തം അച്ഛൻ കയറി വരുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും ഒരേ ജീനായതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ഇക്കൂട്ടരുടെ മറുപടി. ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ പുറത്തെത്തിയപ്പോൾ മുതൽ തന്നെ അച്ഛൻ മകൻ സാമ്യം ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അന്നും ഇക്കൂട്ടർ ഇതേ മാനറിസങ്ങൾ തന്നെയാണ് ഉയർത്തിക്കാട്ടിയത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം മോഹൻലാലിന്റെയും പ്രണവിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെട്ട കൊളാഷുകളുടെയും പോസ്റ്റുകളുടെയും ഒക്കെ ഒരു അയ്യരുകളിയാണ്. ഇക്കണക്കിന് പോയാൽ ചിത്രത്തിന്റെ ട്രെയിലർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ടീസറിന് മികച്ച പ്രതികരണമാണ് ഇതിനോടകം പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. വീണ്ടും ഒരു വിനീത് ശ്രീനിവാസൻ മാജിക് ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകരുൾപ്പെടെയുള്ളത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.